നമുക്ക് 20 ലെവൽ വരെയാണ് വരുമാനം കിട്ടുക. ഒന്നാമത്തെ ലെവൽ മുതൽ 10ാമത്തെ ലെവൽ വരെ 5%, 11ാമത്തെ ലെവൽ മുതൽ 20ാമത്തെ ലെവൽ വരെ 1%. നമ്മൾ ഈ 1% എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിട്ട് കാണണ്ട. ഒരുപാട് ആ 10ാമത്തെ ലെവൽ വരുമ്പോൾ നിങ്ങൾ കണക്ക് കൂട്ടിയിട്ടുണ്ടോ എത്ര പേര് നമ്മുടെ ടീമിൽ വരുന്നു? കറക്റ്റായിട്ട് പോയാൽ 1,77,000 മേലെ ടീം അംഗങ്ങൾ നമ്മുടെ ടീമിലുണ്ട്. അതിൽ ഒരു വെച്ച് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന വരുമാനം വലുതാണ്. അപ്പം ഇത് അത്രമാത്രം സാധ്യതയുള്ള ഒരു ബിസിനസ് അവസരത്തിലേക്കാണ് നമ്മളിവിടെ കടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലെവൽ ഇൻകം കൂടാതെ നമുക്ക് കിട്ടുന്നൊരു ബൈനറി, അത് 2:1 അല്ല 1:1 ആണ്. ഇത് പല കമ്പനികളും നെറ്റ്വർക്ക് ചെയ്തത് 2:1 1:1 ആണ്, 1:2 ആണ് വരുന്നത്. അതായത് ഒരു സൈഡിൽ 2 പേരും ഇപ്പോഴത്തെ ഒരാൾ വരുമ്പോഴാണ് നമുക്ക് പിറ്റേ ദിവസം ബൈനറി വരുമാനം കിട്ടുക. പക്ഷെ ഫിൻകെയർ ഫൗണ്ടേഷനിൽ എടുത്തു പറയേണ്ട ഒരു സവിശേഷതയുണ്ട്. ലെഫ്റ്റിൽ ഒരാളും റൈറ്റിൽ ഒരാളും വന്നാൽ പിറ്റേ ദിവസം എത്ര കിട്ടുമതിയോ? $10. അവിടെ കട്ടിങ് ഇല്ല. കൃത്യം $10 നമുക്കറിയാം. ബൈനറി പഠിച്ചവർക്കറിയാം. ഒരു ദിവസം നമ്മൾ 5 പേർ വന്നാൽ 5,000 രൂപ വരുമാനമായി ഒരു ദിവസം. നമ്മളെ സംബന്ധിച്ചോളം ഫിൻകെയർ നമുക്ക് ബൈനറി പ്ലാൻ ഉണ്ട്, ലെവൽ പ്ലാൻ ഉണ്ട്, ഡയറക്ടർ പ്ലാൻ ഉണ്ട്. മറ്റ് കമ്പനികളെ സംബന്ധിച്ച് ഒന്നെങ്കിൽ ലെവലിംഗോ ആയിരിക്കും, അല്ലെങ്കിൽ ബൈനറി പ്ലാൻ ആയിരിക്കും. പക്ഷെ ഈ രണ്ടും ഒന്നിച്ചിണക്കിക്കൊണ്ട് ഒറ്റ ഇതാക്കി കൊണ്ടുവരുന്നത് നമ്മുടെ ഫിൻകെയർ ഫൗണ്ടേഷൻ മാത്രമേ ഉള്ളൂ. ആർക്കും ഒരു ഉത്സവമില്ലാതെ ഇത്രയും ഒരു നമ്മുടെ കമ്പനിയെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്കൊരു ഇതില്ലല്ലോ, ഇല്ലല്ലോ കാപ്പിയല്ലേ? കാരണം മറ്റ് കമ്പനിയെ സംബന്ധിച്ചോളം ഒന്നുകിൽ ലെവൽ പ്ലാൻ അല്ല ബൈനറിയാണ്. ഇവിടെ അതല്ല, നമുക്ക് 3 വരുമാനമാണ് നമുക്ക് കിട്ടുന്നത്. ലെവലിംഗുണ്ട്, ബൈനറി ഉണ്ട്. ലെവലിംഗത്തിലാണെങ്കിൽ അൺലിമിറ്റഡ് ഇൻകമാണ്. പക്ഷെ അവിടെ 20 ലെവൽ വരെ കിട്ടുന്നു. ഇവിടെ നമുക്ക് ഒരു ദിവസം എത്ര വരുമാനം വേണമെങ്കിൽ ലെവലിംഗത്തിൽ വേണം മേടിക്കാം. ബൈനറി ഒരു ദിവസം 5,000 കിട്ടുന്നുള്ളൂ. പക്ഷെ അത് 20 പറഞ്ഞല്ല, എത്ര പേര് വരുന്നതനുസരിച്ച് നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അൺലിമിറ്റഡ് അച്ഛൻ 21ാമത്തെ ആൾ വന്നാലും നമുക്ക് ബൈനറി വരുമാനമാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ മറ്റ് കമ്പനിയും ഈ കമ്പനി തമ്മിൽ ഒരു സവിശേഷത പറയാം. നമ്മൾ സാധാരണ ഗവൺമെന്റ് ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട് ഒരു ജോലി വേണമെന്നത് അല്ലേ? രാവിലെ ഒരു സർക്കാർ ജോലിയിലായാലും ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലായാലും നമ്മൾ ജോലിക്ക് പോകും. അവിടെ രാവിലെ 9:30 തൊട്ട് വൈകുന്നേരം 5 മണി വരെ പണിയെടുത്താൽ ഓർഡർ പറയുന്ന അതനുസരിച്ച് ചെയ്ത് നമുക്കൊരു മടിയില്ല. കാരണം അവർ പറയുന്നതും നമുക്ക് ചെയ്യും. പക്ഷെ ഈ കഷ്ടപ്പെട്ട് വരുമ്പോൾ നമുക്കൊരു നിശ്ചിതമായ എമൗണ്ട് ഒരു മാസം കിട്ടും. നമ്മൾ ആ വരുമാനം കൊണ്ടാണ് നമ്മൾ വീട്ടിൽ ചെലവും കാര്യങ്ങളൊക്കെ പോകുന്നത്. എന്നാൽ ഇവിടെ ഫിൻകെയർ ഫൗണ്ടേഷന് ഇവിടെ ടൈമില്ല. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പണിയെടുക്കാം. ഇവിടെ നമ്മുടെ ബോസ് ആരാണ്? നമ്മൾ തന്നെയാണ്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പോലെ പണിയെടുക്കാം. ഇവിടെ നമ്മളെ നിയന്ത്രിക്കാൻ ആരില്ല. നമുക്ക് വരുമാനം ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ പണിയെടുത്താൽ നമുക്ക് വരുമാനം ഉറപ്പാണ്, തീർച്ചയായിട്ടും കിട്ടും. അപ്പം നമ്മൾ സാധാരണ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ 20,000 രൂപ വരുമാനം അല്ലെങ്കിൽ 25,000 മേടിക്കും. ഇവിടെ നമുക്ക് നന്നായിട്ട് പണിയെടുത്താൽ നമ്മുടെ ടീം ഡെവലപ്പ് ചെയ്ത് പോയാൽ നമുക്ക് ലക്ഷങ്ങൾ കണക്കിൽ വരുമാനം ഇവിടെ മേടിച്ചെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷെ പണിയെടുക്കാതിരുന്നാൽ ബിസിനസ് ചെയ്താൽ നമുക്കൊന്നും കിട്ടത്തില്ല. നമ്മുടെ ടീമിനെ നമ്മൾ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വരുത്താൻ മാത്രമേ ലീഡേഴ്സിന് വരുമാനം കിട്ടുകയുള്ളൂ. അത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. കാരണം ഇവിടെ ഒറ്റയ്ക്കുള്ള വർക്കല്ല, ഒരു ടീം വർക്കാണ്. നമ്മുടെ ടീമിന് വരുമാനം കിട്ടിയാൽ ലീഡേഴ്സിന് വരുമാനം കിട്ടും. ഇന്നലെ വരുമ്പോൾ ടീമിന് സാറിനും ഒക്കെ വരുമാനം കിട്ടിയല്ലേ? അതെ, നല്ലൊരു കൈയ്യടി കൊടുത്തേ. നമ്മുടെ ടീമുണ്ടല്ലേ, നമുക്ക് നമ്മുടെ ടീം മാസ്റ്റർ മൈൻഡിലെ ഗ്രൂപ്പ് എടുത്ത് നോക്കുമ്പോൾ അറിയാം ഓരോ ദിവസവും അവിടെ വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മൾ പണിയെടുക്കാതെ ചുമ്മാ ഇരുന്നാൽ വരുമാനം കിട്ടില്ല. ഇവിടെ നമ്മൾ ഹാർഡ് വർക്ക് അല്ല വേണ്ടത്, ശരിക്കും പറഞ്ഞ സ്മാർട്ട് വർക്കാണ്. ഇവിടെ കുറച്ച് സമയം നമ്മൾ ഇതിന് ഫിൻകെയർ ഫൗണ്ടേഷൻ മാറ്റി ഇതിലൂടെ നല്ലൊരു വരുമാനം നേടിയെടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. സാധാരണ ഗവൺമെന്റ് ജോലിക്കാർ അല്ലെങ്കിൽ സാധാരണ പ്രൈവറ്റ് റിട്ടയർമെന്റ് ചെയ്താൽ അവർക്ക് പിന്നെ പെൻഷൻ കിട്ടും അല്ലേ? ആജീവനാന്ത പെൻഷൻ കിട്ടും. അവർ എന്തൊരു സംഭവം, ഗവൺമെന്റ് ജോലിക്കാർ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ ഫാമിലിക്ക് പകുതി പെൻഷനാണ് കിട്ടുക. 7 വർഷം കഴിയുമ്പോൾ വീണ്ടും അത് കുറയും. ഗവൺമെന്റ് ജോലി തന്നെ അറിയാം. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാളെ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ
നമ്മുടെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇവിടെ നമ്മുടെ വരുമാനം നിൽക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ വരുമാനം അടുത്ത നോമിനി ആരാണോ ആ നോമിനിക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പകുതിയായിട്ട് കുറയുന്നുണ്ടോ? നമുക്ക് കിട്ടുന്ന വരുമാനം അതേ രീതിയിൽ തന്നെ നമ്മുടെ അവകാശിക്കും കിട്ടുന്നുണ്ട്. അത് വളരെ പ്രത്യേകതയല്ലേ? കാരണം അപ്പോൾ നമ്മുടെ വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡോ അവരൊക്കെ നമ്മളെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ്. നമ്മൾ ഈ ലോകത്തിൽ മാറ്റപ്പെട്ട് പോയാലും അവർക്ക് ഇതിലൂടെ ഒരു വരുമാനം ലഭിക്കുമ്പോൾ അവരതെന്നും നമ്മളെ നന്ദിയോടുകൂടി തന്നെ ഓർക്കും അല്ലേ? പിന്നെ ഇതിന് സമയമില്ല, എപ്പോ വേണമെങ്കിലും നമുക്ക് രാവിലെയോ വൈകിട്ടോ കഷ്ടപ്പെട്ട ടൈം എപ്പോഴാണോ അതനുസരിച്ച് നമുക്ക് വർക്ക് എടുക്കാം. ബാക്കി സമയത്ത് നമുക്ക് അതിൽ നമ്മുടെ പേഴ്സണൽ ആവശ്യം പോയിക്കൂടെ? ഇപ്പം ഗവൺമെന്റ് അല്ല ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വരികയാണെങ്കിൽ നമ്മൾ ലീവ് എടുക്കണം. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ അവർക്ക് ലീവ് ആപ്ലിക്കേഷൻ കൊടുത്ത് അവർ സാങ്ഷൻ ആയെങ്കിൽ മാത്രമേ നമുക്ക് ജോലിക്ക് നമുക്ക് നമ്മുടെ പേഴ്സണൽ ആവശ്യം പോകാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ഒരു പേഴ്സണൽ ആവശ്യം ഉണ്ടെങ്കിൽ ടൈറ്റ് മാറ്റി പോകൂടെ? നമുക്ക് പേഴ്സണൽ പോകാം, കൂടെ നമുക്ക് വർക്ക് എടുത്തുകൂടെ? നമ്മൾ ഉറങ്ങി കിടക്കുമ്പോഴും നമുക്ക് ഇവിടെ വരുമാനം കിട്ടുന്ന ഒരു ഇതാണ്. പിന്നെ സ്ഥലപരിമിതി ഇല്ല. ഇവിടെ ഇപ്പം എറണാകുളത്തുള്ളവർ മാത്രമാണ് ജോലി ചെയ്യാൻ പറ്റുക അല്ല. ബൈബിളിൽ നിന്നുള്ള ആൾക്കാർക്ക് ദുബായിലുള്ള ചോദിച്ചൂടെ? കുവൈറ്റ്, ദുബായ്, സൗദിയ, ലോകത്തിന്റെ നാനാഭാഗത്തുള്ള എവിടെയുള്ള ആൾക്കാരെ നമുക്ക് ജോയിൻ ചെയ്യിക്കാനുള്ള ഒരു അവസരം ഈ നമ്മുടെ ഈ ഫിൻകെയർ ഫൗണ്ടേഷൻ ഉണ്ട്. അതുപോലെ നമുക്ക് ഇന്നത്തെ വളരെ സുരക്ഷിതമാണ്. നമുക്ക് നമ്മുടെ പണം പോകില്ല. ഇന്നത് വർക്ക് ചെയ്താൽ ഇതിലൂടെ നല്ലൊരു വരുമാനം നമുക്ക് കിട്ടുന്ന ആണ്. ഇത്രമാത്രം നല്ലൊരു വരുമാനം ലഭിക്കുന്ന ഈ ഒരു പ്രസ്ഥാനം ഇതൊരു മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നാളത്തെ കോടീശ്വരന്മാരാണ്. അപ്പം എല്ലാവർക്കും ബൈബിൾ ടീമിലെ ഈ ഒരു മെഗാ പ്രോഗ്രാം വൻ വിജയമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു.